ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 46ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹിമാലയൻ നദികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് ഗംഗയെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത്. PSC എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഗംഗയുടെ പോഷക നദികളെക്കുറിച്ചും അതേപോലെ തന്നെ ഗംഗാ നദി ഒഴുകുന്ന പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചുമാണ് പറയാനായിട്ട് പോകുന്നത്. ക്ലാസ് മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കാണാനായിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. ഈ ക്ലാസ്സിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഗംഗയെക്കുറിച്ചാണ്. ഗംഗ എന്ന് പറയുന്ന നദി ഇന്ത്യയുടെ ദേശീയ നദി, ഇന്ത്യയുടെ ജീവരേഖ, ഇന്ത്യയുടെ പുണ്യനദി, ഇന്ത്യയിലൂടെ ഏറ്റവും ദൂരം ഒഴുകുന്ന നദി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് നദിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗംഗാ നദിയാണ്. ഓക്കെ, ഈ ഗംഗാ നദി ഉത്ഭവിക്കുന്നത് നമ്മൾ പറഞ്ഞു എവിടെ നിന്നാ? ഉത്തരാഖണ്ഡിൽ നിന്നാണ് ഈ ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാനിക്ക് സമീപമുള്ള ഗോമുഖിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നമുക്കറിയാം, അതായത് ഈ പറയുന്ന ഗംഗ എന്ന് പറയുന്ന നദി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഗംഗയുടെ എന്താണ് വലതുവശത്തു കൂടിയും അതേപോലെ തന്നെ ഇടതുവശത്തു കൂടിയും ചെറിയ മറ്റു എന്താണ് നദികൾ കൂടി വരുന്നുണ്ട്. ഈ നദികളെല്ലാം കൂടി വന്നു ചേരുന്ന ഒരു മെയിൻ സ്ട്രീമാണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത് ആ ഗംഗ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നിലവിലെ ചെറിയ ചെറിയ നദികൾ വന്ന് ചേർന്ന് എന്ത് ചെയ്യുന്നു? ഒരു വലിയ നദി രൂപപ്പെടുന്നു. അപ്പോൾ അതിന് ഈ പറയുന്ന ചെറിയ ചെറിയ നദികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രിബ്യൂട്ടറി അല്ലെങ്കിൽ പോഷക നദികൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ കാണുന്ന ഏറ്റവും വലിയ ബ്ലൂ ലൈൻ എന്ന് പറയുന്നതാണ് ഗംഗ എന്ന് പറയുന്നത്. സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗംഗ എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ഉത്തരാഖണ്ഡ്, അതേപോലെ തന്നെ ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ, ജാർഖണ്ഡ്, അങ്ങനെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ഇങ്ങനെ ഒഴുകിയാണ് അവസാനം ബേ ഓഫ് ബംഗാളിൽ വന്നു ചേരുന്നത്. അതിൻ്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഒരു യമുന വന്ന് ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ചെമ്പലുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഇവിടെ വന്ന് അടുത്തൊരു സിന്ധ് വരുന്നുണ്ട്, അതേപോലെ ബേത്വ വരുന്നുണ്ട്, കെൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ സോൺ വരുന്നുണ്ട്, അതേപോലെ തന്നെ റിഹാന്ത് വരുന്നുണ്ട്, അതേപോലെ തന്നെ ദാമോദർ വരുന്നുണ്ട്. ഇതൊക്കെ എന്താണ് ഗംഗയുടെ എന്താണ് ഇടതുവശത്ത് നിന്നും ചേർന്ന പോഷക നദികളും, എന്നാൽ വലതുവശത്ത് നിന്നുമാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ശാരദ, സരയു എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ഘാഗ്ര എന്നറിയപ്പെടുന്നത്, ഗോമതി, ഗണ്ഡക്, അതേപോലെ തന്നെ സപ്തകോസി, ഇതൊക്കെ വരുന്നത് ഇന്ത്യയുടെ അതായത് ഗംഗയുടെ വലതുവശത്ത് നിന്നും ചേരുന്ന ട്രിബ്യൂട്ടറീസ് ആണ്. അങ്ങനെയാണ് ഈ പറയുന്ന എന്ത് ചെയ്യുന്നത് ഗംഗ വരുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു നദിയായി മാറുന്നത് അതിൻ്റെ എന്താണ് ഏകദേശം എന്താണ് 10-12ഓളം വരുന്ന പോഷക നദികൾ ഇതിൻ്റെ അകത്തേക്ക് മെർജ് ചെയ്തിട്ടാണ് ഇത്രയും വലിയൊരു നദി ഫോം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ വലിയൊരു നദി ഉണ്ടാവാൻ കാരണമായിട്ടുള്ള അതിൻ്റെ പോഷക നദികൾ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? അതിൻ്റെ പോഷക നദികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഗംഗയും ഗംഗയുടെ പോഷക നദികളും എപ്പോഴും PSC അതിൻ്റെ അന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. താഴെ പറയുന്നതിൽ ഗംഗയുടെ പോഷക നദികൾ ഉൾപ്പെടാത്തത് ഏതാണ്? ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു ഏറ്റവും കൂടുതൽ ഗംഗ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ ഉത്തർപ്രദേശിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഗംഗ എന്ത് ചെയ്യുന്നത്? ഒഴുകുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഗംഗ ഏതൊക്കെ പട്ടണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പട്ടണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും PSC എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയും നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരത്തിലേക്ക് എത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ കോഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൻ്റെ സിമ്പിൾ കോഡാണ് ഗംഗ ഹരികാൺഗെ പാറ്റവാരി അലറി എന്നുള്ളത്. ഓക്കെ, എന്താണ് കോഡ്? ഗംഗ ഹരികാൺഗെ പാറ്റവാരി അലറി. ഓക്കെ, അപ്പോൾ ഗംഗ ഹരികാൺഗെ പാറ്റവാരി അലറി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ എന്ത് വരുന്നുണ്ട്? ഈ പറയുന്ന ഗംഗാ നദി പോകുന്ന പട്ടണങ്ങൾ, പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അതിൻ്റെ അകത്ത് വരുന്നുണ്ട് കോഡിൽ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം, എന്താണ്? ഗംഗ ഹരികാൺഗെ പാറ്റവാരി അലറി. നോക്കിയ മക്കളെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഗംഗ ഹരികാൺഗെ എന്ന് പറയുമ്പോൾ ഏതാണ്?
ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ഒന്നാണ് ഹരിദ്വാർ എന്ന് പറയുന്നത്. അപ്പോൾ ഗംഗ ഹരി, അപ്പോൾ ഹരിദ്വാർ. ഹരി കാൺകെ, അപ്പോൾ ആരാണ്? കാൺപൂർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗംഗ ഹരി കാൺകെ, ഹരിദ്വാർ കാൺപൂര്. ഹരി കാൺകെ പാറ്റവാരി, ഏതാണ്? പാട്ന. ഓക്കെ, അപ്പോൾ കാൺകെ പാറ്റവാരി. വാരി എന്ന് പറയുമ്പോൾ ഏതാണ്? വാരണസി ആണ്, വാരാണസി. ഓക്കെ, അപ്പോൾ എന്താണ്? വാരാണസി. അപ്പോൾ ഗംഗ ഹരി കാൺകെ പാറ്റവാരി. അടുത്തത് അലറി എന്ന് പറയുമ്പോൾ ഏതാണ്? ഏറ്റവും വലിയ മറ്റൊരു പട്ടണമാണ് അലഹബാദ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ഗംഗ ഹരി കാൺകെ പാറ്റവാരി അലറി. അപ്പൊ എന്താണ്? ഹരിദ്വാർ, അതേപോലെ തന്നെ എന്താണ്? കാൺകെ എന്ന് പറയുമ്പോൾ എന്താണ്? കാൺപൂര്. അതേപോലെ തന്നെ എന്താണ്? പാറ്റ എന്ന് പറയുമ്പോൾ പാട്ന. അതേപോലെ തന്നെ വാരി എന്ന് പറയുമ്പോൾ വാരാണസി. ഇനി എന്ത് ചെയ്തു? അലറി എന്നുള്ളതിന് എന്താണ്? അലഹബാദ്. ഓക്കെ, അപ്പോൾ ഗംഗയുടെ തീരത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങൾ 5 എണ്ണം അതെപ്പോഴും ചോദിക്കാറുണ്ട്. താഴെ പറയുന്നവയിൽ ഈ പട്ടണങ്ങളിൽ ഉൾപ്പെട്ടത് ഏതാണ് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാന്നുള്ളത്. അപ്പോൾ ഗംഗ ഹരി കാൺകെ പാറ്റവാരി അലറി എന്ന് പറയുന്ന ഈ കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഗംഗയുടെ തീരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടി പറയാം. ഗംഗ ഹരി കാൺകെ പാറ്റവാരി അലറി. ഏതൊക്കെയാണ്? ഹരിദ്വാർ, അതേപോലെ തന്നെ ഏതാണ്? കാൺപൂര്, ഹരി കാൺകെ പാട്ന, അതേപോലെ തന്നെ എന്താണ്? വാരി വാരാണസി, അലറി എന്ന് പറയുമ്പോൾ അലഹബാദ്. വ്യക്തമായെന്ന് കരുതുന്നു. നമുക്കിനി എന്ത് ചെയ്യാം? ഓരോ പോഷക നദികളും ഗംഗയുടെ ഏതൊക്കെയാന്നുള്ളത് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. 1 2 തവണ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ സെറ്റായിട്ട് തന്നെ മൈൻഡിലേക്ക് വരും. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് റിവിഷൻ ചെയ്തു പോവുക. ടെലഗ്രാമിലും ജോയിൻ ചെയ്യണം. എല്ലാ ദിവസവും വരുന്ന ക്വസ്റ്റ്യൻ ബോർഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനി എന്ത് ചെയ്യാം? ഓരോ പോഷക നദികളെ കുറിച്ചും പഠിക്കാം. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് യമുനയെ കുറിച്ചാണ്. ഓക്കെ, അതായത് യമുന എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് യമുന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ട്രിബ്യൂട്ടറി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? യമുനയാണ്. ഓക്കെ, ഇനി ഉത്തരാഖണ്ഡിലെ ബന്ദേർപുഞ്ച് മലനിരകളുടെ പടിഞ്ഞാറൻ ചെരുവിലുള്ള യമുനോത്രി ഹിമാനിയിൽ നിന്നാണ് യമുന നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉത്തരാഖണ്ഡിലെ ബന്ദേർപുഞ്ച് ഓർമ്മ വേണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരാഖണ്ഡിലെ ബന്ദേർപുഞ്ച് മലനിരകളുടെ പടിഞ്ഞാറൻ ചെരുവിലുള്ള യമുനോത്രി ഹിമാനിയിൽ നിന്നാണ് യമുന നദിയുടെ ഉത്ഭവം. നമുക്കറിയാം ഹിമാലയൻ നദികൾ എല്ലാം തന്നെ ഉത്ഭവിക്കുന്നത് ഈ പറയുന്ന ഗ്ലേഷ്യറിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്താണ്? ബന്ദേർപുഞ്ച് മലനിരകളുടെ പടിഞ്ഞാറൻ ചെരുവിലുള്ള യമുനോത്രി ഹിമാനിയിൽ നിന്ന് ആരാ ഉത്ഭവിക്കുന്നത്? യമുന നദി ഉത്ഭവിക്കുന്നത്. യമുനയുടെ നദിയുടെ നീളം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1376 കിലോമീറ്റർ ആണ് യമുന നദിയുടെ നീളം എന്ന് പറയുന്നത്. എത്രയാണ്? 1376 കിലോമീറ്റർ. ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി അതാണ് യമുന എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കണ ചോദ്യവും അത് തന്നെയാണ്. അതായത് ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് ഏതെന്ന് പറയുന്നത്? യമുന എന്ന് പറയുന്നത്. പുരാതന കാലത്ത് കാളിന്തി എന്നറിയപ്പെടുന്ന നദി. അപ്പോൾ പുരാതന കാലത്ത് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? കാളിന്തി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ വച്ച് ഏറ്റവും വലിയ നദി, ഇമ്പോർട്ടൻ്റ് ആണ്. കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ വച്ച് ഏറ്റവും വലിയ നദിയാണ് ഏതെന്ന് പറയുന്നത്? യമുന നദി. ഗംഗാ നദിയുടെ ഏറ്റവും പടിഞ്ഞാറ് ദിശയിലൂടെ ഒഴുകുന്ന പോഷക നദി. യമുന നദി ഗംഗാ നദിയുമായി സംഗമിക്കുന്ന പ്രദേശം അറിയപ്പെടുന്നതാണ് പ്രയാഗ്, ഇന്ന് അലഹബാദ്. ഓക്കെ, അപ്പോൾ പ്രയാഗ് അലഹബാദ് ആണ്. അപ്പോൾ യമുന നദി എന്താണ്? ഗംഗാ നദിയുമായി സംഗമിക്കുന്ന പ്രദേശമാണ് പ്രയാഗ്. ഓക്കെ, ഇനി യമുന നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി. ഇനിയിപ്പോ യമുന നദി എടുക്കുമ്പോൾ യമുന നദിക്കും എന്താണ്? ട്രിബ്യൂട്ടറി ഉണ്ട്. അപ്പോൾ യമുന നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത്? ടോൺസ് എന്ന് പറയുന്നത്. യമുന നദീ തീരത്തെ പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗ്ര, ഡൽഹി, മധുര, ഇട്ടാവ. ഓക്കെ, അപ്പോൾ യമുന നദിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് മക്കളെ? ആഗ്ര, ഡൽഹി, മധുര, ഇട്ടാവ. യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സ്മാരകമാണ് താജ്മഹൽ. നമുക്കറിയാം, അതായത് ഈ പറയുന്ന താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലാണ്. അത്
ഏത് നദിയുടെ തീരത്താണ് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? യമുന നദിയുടെ തീരത്താണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന താജ്മഹൽ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഹിന്ദു പുരാണങ്ങളിൽ യമുന സൂര്യഭഗവാന്റെ പുത്രിയായും യമദേവന്റെ സഹോദരിയായും പറയപ്പെടുന്നു. ഓക്കെ. അപ്പോൾ ഹിന്ദു പുരാണങ്ങളില് യമുന സൂര്യഭഗവാന്റെ പുത്രിയാണ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ്? യമദേവന്റെ സഹോദരിയായിട്ടും പറയുന്നു. ഓക്കെ. അപ്പോൾ യമുന നദിയുടെ പോഷക നദികൾ ചെമ്പൽ, ടോൺസ്, ബെതുവ, കെൻ, അതേപോലെ തന്നെ ഹിൻടോൺ എന്നിവയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. യമുന നദിയുടെ വലതു തീരത്തുള്ള പോഷക നദിയാണ് ചെമ്പൽ, സിന്ധ്, ബെതുവ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ. പക്ഷെ ഏറ്റവും കൂടുതൽ PSC ചോദിക്കാറുള്ള ഈ ഒരു ചോദ്യമാണ്. അതായത് ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യമുനയാണ്. അതേപോലെ തന്നെ ഈ ഒരു ചോദ്യവും പുരാതന കാലത്ത് കാളിന്തി എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാണ്? യമുന. പിന്നെ കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ വെച്ച് ഏറ്റവും വലിയ നദിയാണ് യമുന എന്ന് പറയുന്നത്. നീളം 1376 കിലോമീറ്റർ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഈ ഒരു 4 പോയിന്റെങ്കിലും ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഓക്കെ. നമുക്കിനി അടുത്തൊരു പോഷക നദിയിലേക്ക് നോക്കാം. ചമ്പൽ നദി മധ്യപ്രദേശിലെ മാൾവ പീഠഭൂമിയിൽ മൗ എന്ന പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ചമ്പൽ നദി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ മധ്യപ്രദേശിലെ മാൾവ പീഠഭൂമിയിൽ മൗ എന്ന പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ചമ്പൽ നദി. വടക്കോട്ടൊഴുകുന്ന ചമ്പൽ രാജസ്ഥാനിലെ കോട്ടയ്ക്ക് മുൻപായി ഗിരികന്ധര താഴ്വരയിലൂടെയാണ് ഒഴുകുന്നത്. ഗാന്ധി സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് ചമ്പൽ എന്ന് പറയുന്നത്. കോട്ടയിൽ നിന്നും താഴോട്ട് പോകുന്ന ചമ്പൽ നദി യമുനയിൽ ചേരുന്നതിന് മുൻപ് കടന്നു പോകുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബൂന്തി, സവായി, മധോപൂർ, ധോൽപൂർ എന്നീ പ്രദേശങ്ങൾ. അതായത് ഈ പ്രദേശങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? യമുന നദി, അതായത് ചമ്പൽ നദി യമുനയിൽ ചേരുന്നതിന് മുൻപ് കടന്നു പോകുന്ന പ്രദേശങ്ങളാണ് ബൂന്തി, സവായ്, മധോപൂർ, ധോൽപൂർ എന്നീ പ്രദേശങ്ങൾ. ഓക്കെ. ഇനി ചമ്പൽ നദി നിഷ്ഫല ഭൂപ്രദേശങ്ങൾ, അതായത് ബാഡ്ലാൻഡ് ടോപ്പോഗ്രഫിക്ക് പ്രസിദ്ധമാണ് ഏതെന്ന് പറയുന്നത്? ചമ്പൽ നദി എന്ന് പറയുന്നത്. ചമ്പൽ നദി ചമ്പൽ റവൈൻ എന്നറിയപ്പെടുന്ന നിഷ്ഫല ഭൂപ്രകൃതിയിലൂടെയാണ് ഇത് ഒഴുകുന്നത്. ഓക്കെ. അപ്പോൾ ബാഡ്ലാൻഡ് ടോപ്പോഗ്രഫിയിലൂടെ ഒഴുകുന്ന നദി താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ചമ്പൽ നദിയാണ്. ഇതിന്റെ മലയാളമാണ് നിഷ്ഫല ഭൂപ്രദേശങ്ങൾ. അതാണ് ബാഡ്ലാൻഡ് ടോപ്പോഗ്രഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് അതിന്റെ ഇംഗ്ലീഷ് മീനിങ്. ഓക്കെ. അപ്പോൾ ചമ്പൽ എന്താണ് നദി? ചമ്പൽ റവൈൻ എന്നറിയപ്പെടുന്ന നിഷ്ഫല ഭൂപ്രദേശങ്ങളിലൂടെയാണ് ഒഴുകുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ചമ്പൽ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മധ്യപ്രദേശിലെ മൗ എന്ന പ്രദേശത്ത് നിന്നാണ് ചമ്പൽ നദി ഉത്ഭവിക്കുന്നത്. വടക്കോട്ടൊഴുകുന്ന ചമ്പൽ രാജസ്ഥാനിലെ കോട്ടയ്ക്ക് മുൻപാണ് ഗിരികന്ധര താഴ്വരയിലൂടെ ഒഴുകുന്നതും. ഗാന്ധി സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് ചമ്പൽ. അതേപോലെ തന്നെ എന്താണ്? കോട്ടയിൽ നിന്നും താഴോട്ട് ഒഴുകുന്ന ചമ്പൽ നദി യമുനയിൽ ചേരുന്നതിന് മുമ്പ് കടന്നു പോകുന്ന പ്രദേശം ബൂന്തി, സവായ്, മധോപൂർ, ധോൽപൂർ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ. അടുത്താണ് ഗന്ധക് നദി. കാളി ഗന്ധക്, തൃശൂൽ ഗംഗ എന്നീ 2 അരുവികൾ ചേർന്ന് രൂപം കൊണ്ടിരിക്കുന്ന നദിയാണ് ഗന്ധക് നദി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ 2 അരുവികളാണ് എന്ത് ഈ പറയുന്ന ഗന്ധക് നദി ഫോം ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. ഒന്ന് ഏതാണ്? ഈ പറയുന്ന കാളി ഗന്ധകും അതേപോലെ തന്നെ തൃശൂൽ ഗംഗ എന്നീ 2 അരുവികൾ ചേർന്ന് രൂപം കൊണ്ട നദിയാണ് ഗന്ധക് നദി. ഗന്ധക് നദിയുടെ ഉത്ഭവം നേപ്പാൾ ഹിമാലയത്തിലെ ധൗളിഗിരിക്കും എവറസ്റ്റ് കൊടുമുടിക്കും ഇടയ്ക്കാണ് ഗന്ധക് നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. നേപ്പാളിന്റെ മധ്യഭാഗത്തു കൂടി ഒഴുകുന്ന ഗന്ധക് നദി ഇന്ത്യയിലേക്ക് കടക്കുന്ന പ്രദേശം ബീഹാറിലെ ചമ്പാരനാണ്. ഗംഗാ നദിയുമായി ഗന്ധക് ചേരുന്ന പ്രദേശമാണ് സോൺപൂർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ്? നേപ്പാളിന്റെ മധ്യഭാഗത്തു കൂടി ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ പറയുന്നവയിൽ അത് ഗന്ധക് നദിയാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലേക്ക് കടക്കുന്ന പ്രദേശം ബീഹാറിലെ ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിലേക്ക് കടക്കുന്ന പ്രദേശം എന്ന് പറയുന്നത്. ഗംഗാ നദിയുമായി ഗണ്ഡക് നദി ചേരുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോൺപൂർ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്തതാണ് ഘാഘ്ര നദി. ഘാഘ്ര നദി ഉത്ഭവിക്കുന്നത് മാപ്ചചുങ്കോ ഹിമാനിയിൽ നിന്നാണ്. ഓക്കെ. അപ്പോൾ മാപ്ചചുങ്കോ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഘാഘ്ര നദിയാണ്. ഓക്കെ. അപ്പോൾ മാപ്ചചുങ്കോ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഘാഘ്ര നദി.
പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഘാഗ്രയുടെ ടില, സേതി, ബേരി എന്നിവയാണ് ഘാഗ്ര നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് പറയുന്നത്. ഘാഗ്ര നദി ആഴമേറിയ ഒരു ഗിരികന്ധരം സൃഷ്ടിച്ച പർവ്വതത്തിന് പുറത്തെത്തുന്ന പ്രദേശമാണ് ശീശപാനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഘാഗ്ര നദി ആഴമേറിയ ഒരു ഗിരികന്ധരം സൃഷ്ടിച്ചതിന് ശേഷം പർവ്വതത്തിന് പുറത്തെത്തുന്ന ആ ഒരു പ്രദേശമാണ് ശീശപാനി. ഗംഗാ നദിയുമായി ചേരുന്ന പ്രദേശം അറിയപ്പെടുന്നത് ചപ്ര എന്ന പേരിലാണ്. ഗംഗാ നദിയിൽ ചേരുന്നതിന് മുമ്പായി ഘാഗ്രയുമായി ചേരുന്ന നദിയാണ് ശാരദാ നദി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഘാഗ്ര നദിയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും പഠിച്ചു വയ്ക്കുക. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാപ്ചചുങ്കോ ഹിമാനിയിൽ നിന്നാണ് ഘാഗ്ര നദി ഉത്ഭവിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ്, ഗംഗാ നദിയുമായി ചേരുന്ന പ്രദേശം ഘാഗ്ര നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചപ്രയാന്നുള്ളതും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തതാണ് സരസ്വതി നദി. നമ്മൾ പുരാണങ്ങളിൽ കേട്ടിരിക്കുന്ന എന്താണ് പ്രസിദ്ധമായിട്ടുള്ള ഒരു നദിയാണ് സരസ്വതി എന്ന് പറയുന്നത്. മുൻപുണ്ടായിരുന്നതും ഇപ്പോൾ അപ്രതീക്ഷിതമായി എന്ന് കരുതുന്നതുമായ നദി, അതാണ് സരസ്വതി. ഓക്കെ, അപ്പോൾ മുൻപുണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു, പക്ഷെ ഇപ്പോൾ എന്തില്ല, നിലവിൽ ഈ സരസ്വതി ഇല്ല. വേദകാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ് സരസ്വതി എന്ന് പറയുന്നത്. കിഴക്ക് യമുന നദിക്കും പടിഞ്ഞാറ് സത്ലജിനും ഇടയിലാണ് സരസ്വതിയുടെ സ്ഥാനം എന്നാണ് ഋഗ്വേദത്തിലെ സ്തുതിയിൽ പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇത്, എവിടെയാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഴക്ക് യമുന നദിക്കും പടിഞ്ഞാറ് സത്ലജും ഇതിനിടയിലാണ് സരസ്വതി നദി എന്നാണ് പറയപ്പെടുന്നത് ഋഗ്വേദത്തിലെ നദീസ്തുതിയിൽ. ഓക്കെ, വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പ്രധാനപ്പെട്ട ഖഖർ, ഹാക്രെ എന്നീ വ്യവസ്ഥ സരസ്വതി നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത്രയും ഓർത്തു വയ്ക്കുക. ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള ഇത് തന്നെയാണ്. മുൻപുണ്ടായിരുന്നതും ഇപ്പോൾ അപ്രതീക്ഷിതമായി എന്ന് കരുതപ്പെടുന്നതുമായ വേദകാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സരസ്വതിയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിട്ടുള്ളൂ. ഇനി ചോദിക്കാനും അങ്ങനെ തന്നെയാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ ഇനി ശാരദ അല്ലെങ്കിൽ സരയൂ നദി. ശാരദാ നദിയുടെ ഉത്ഭവം നേപ്പാൾ ഹിമാലയത്തിലെ മിലം ഹിമാനി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഓക്കെ, അപ്പോൾ മിലം ഹിമാനി. ഓക്കെ, ശാരദാ നദിയുടെ ഉത്ഭവം നേപ്പാൾ ഹിമാലയത്തിലെ മിലം ഹിമാനി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. സരയു എന്നറിയപ്പെടുന്ന നദിയാണ് ശാരദ നദി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ സരയു അതർവൈസ് നോൺ ആസ് എന്താണ്, ഈ പറയുന്ന ശാരദാ നദി. നേപ്പാളിൽ ഉത്ഭവ സ്ഥാനത്ത് ശാരദാ നദി അറിയപ്പെടുന്നത് ഗൗരി ഗംഗ എന്ന പേരിലാണ്. ഓക്കെ, അപ്പോൾ നേപ്പാളിൽ ഉത്ഭവ സ്ഥാനത്ത് ശാരദാ നദി അറിയപ്പെടുന്നത് ഗൗരി ഗംഗ എന്ന പേരിലാണ്. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ ശാരദാ നദി അറിയപ്പെടുന്നത് കാളി ചൗക്ക് നദി എന്ന പേരിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ ശാരദാ നദി അറിയപ്പെടുന്നത് കാളി ചൗക്ക് നദി എന്ന പേരിലാണ്. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ ശാരദാ നദി ചെന്ന് ചേരുന്ന നദിയാണ് ഘാഗ്ര നദി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സരയൂ നദി ചെന്ന് ചേരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ എവിടെയാണ്, ഘാഗ്ര നദിയിലാണ് ചെന്ന് ചേരുന്നത്. ഓക്കെ, അപ്പോൾ ശാരദാ നദിയുടെ ഉത്ഭവം നേപ്പാൾ ഹിമാലയത്തിലെ മിലം ഹിമാനി എന്നാന്നുള്ളത് ഓർത്തു വയ്ക്കുക. സരയൂ അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ശാരദാ നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയും ഏത് തന്നെയാണ്, സരയൂ നദിയാണ്. ഓക്കെ, അടുത്ത് നമുക്ക് മഹാനദി. മഹാനദി ഉത്ഭവിക്കുന്നത് ഡാർജിലിംഗ് കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് മഹാനദി. ഇടതുകരയിലൂടെ ഗംഗയിൽ ചേരുന്ന ഒടുവിലത്തെ പോഷക നദിയാണ് മഹാനന്ദയാണ്. മഹാനന്ദ നദി ഗംഗയിൽ ചേരുന്ന പ്രദേശമാണ് പശ്ചിമ ബംഗാൾ. ഓക്കെ, അപ്പോൾ മഹാനദി അല്ലാട്ടോ, മഹാനന്ദ നദി ഉത്ഭവിക്കുന്നത് ഡാർജിലിംഗ് കുന്നുകളിൽ നിന്നാണ്. ഇടതുകരയിലൂടെ ഗംഗയിൽ ചേരുന്ന ഒടുവിലത്തെ പോഷക നദിയാണ് മഹാനന്ദ നദി ഗംഗയിൽ ചേരുന്ന പ്രദേശമാണ് പശ്ചിമ ബംഗാൾ. ഓക്കെ, അടുത്തതാണ് കോസി എന്ന് പറയുന്നത്. കോസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചോദിച്ചതും ഈ ഒരു ബേസ് പോയിന്റ് ആണ്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോസിയാണ്. ഓക്കെ, അപ്പോൾ ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏതാണ്, കോസിയാണ്. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാ, കോസിയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്, കോസിയാണ്. ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏതാ, കോസിയാണ് ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി എന്ന് പറയുന്നത്. ഓക്കെ, നേപ്പാളിലെ ഹനുമാൻ നഗറിൽ കൂടി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന നദി.
അപ്പോൾ നേപ്പാളിലെ ഹനുമാൻ നഗറിൽ കൂടി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? കോസിയാണ്. ഓക്കെ. ഋഗ്വേദത്തിൽ കൗശിക എന്നറിയപ്പെട്ട നദി, ഋഗ്വേദത്തിലെ എന്ത് പേരിലാ? കൗശിക എന്ന പേരിലാണ് അറിയപ്പെട്ടത്. മഹാഭാരതത്തിലാണെങ്കിൽ കൗസുഗി എന്നറിയപ്പെട്ട നദി. ടിബറ്റിലൂടെ ഒഴുകുന്ന കോസി നദിയുടെ പ്രധാന പോഷക നദിയാണ് അരുൺ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ടിബറ്റിലൂടെ ഒഴുകുന്ന കോസി നദിയുടെ പ്രധാന പോഷക നദിയാണ് ഏത്? അരുൺ. ഒരു പൂർവകാലീന നദിയായി കോസിയുടെ പ്രധാന അരുവി അരുൺ ഉത്ഭവിക്കുന്നത് ടിബറ്റിൽ എവറസ്റ്റ് കൊടുമുടിക്ക് വടക്ക് ഭാഗത്ത് നിന്നും നേപ്പാളിലെ മധ്യ ഹിമാലയം കടന്ന ശേഷം സോങ്കൂസ്, തമൂർ, കോസി എന്നീ അരുവികൾ ചേർന്ന് സപ്ത കോസിയായിട്ട് മാറുകയും ചെയ്യാണ്. അപ്പോൾ നിലവിൽ എന്ത് ചെയ്യുക? ബീഹാറിന്റെ ദുഃഖം, അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി, ഇന്ത്യയുടെ ദുഃഖം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഏത് നദിയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഏതാണ്? കോസി നദിയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ. അടുത്തതാണ് സോൺ എന്ന് പറയുന്ന നദി. സോൺ നദി ഉത്ഭവിക്കുന്നത് അമർകണ്ട് മധ്യപ്രദേശാണ്. ഓക്കെ. അപ്പോൾ സോൺ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മധ്യപ്രദേശിലെ അമർകണ്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് സോൺ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് സോൺ. അമർകണ്ട് പീഠഭൂമിയുടെ പാർശ്വഭാഗത്ത് തുടർച്ചയായി വെള്ളച്ചാട്ടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഒഴുകുന്ന നദി. ഓക്കെ. അപ്പോൾ അമർകണ്ട് പീഠഭൂമിയുടെ പാർശ്വഭാഗത്ത് തുടർച്ചയായി വെള്ളച്ചാട്ടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഒഴുകുന്ന നദിയാണ് സോൺ. ഗംഗാ നദിയുടെ തെക്കു നിന്നും ചേരുന്ന നദികളിൽ വച്ച് ഏറ്റവും വലിയ പോഷക നദിയാണ് സോൺ. ഗംഗയിൽ ചേരുന്ന പ്രദേശം പടിഞ്ഞാറ് ഭാഗത്ത് അരയിൽ എന്ന പ്രദേശത്ത് വച്ചും സോൺ നദീതീരത്ത് സ്ഥിതി ചെയ്തിരുന്ന എന്ന് വിശ്വസിക്കപ്പെടുന്ന പട്ടണമാണ് പാടലീപുത്ര. ബൻസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അതും സോൺ തന്നെയാണ്. സോൺ നദിയുടെ പ്രധാന പോഷക നദിയാണ് റിഹാന്ത്. ഓക്കെ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോൺ നദിയുടെ പ്രധാന പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത്? റിഹാന്ത് എന്നറിയപ്പെടുന്നത്. പണി കഴിപ്പിച്ചിരിക്കുന്ന അണക്കെട്ട് ഗോവിന്ദ് വല്ലഭായ് പന്ത് സാഗർ ഡാമാണ്. അപ്പോൾ റിഹാന്ത് നദിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ഏതെന്ന് പറയുന്നത്? ഗോവിന്ദ് വല്ലഭായ് പന്ത് സാഗർ ഡാം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതൊന്ന് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ എന്താണ് ഇത് ഉത്ഭവിക്കുന്നത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഗംഗാ നദിയുടെ തെക്കു നിന്നും ചേരുന്ന നദികളിൽ വെച്ച് ഏറ്റവും വലിയ പോഷക നദിയാണ് സോൺ നദി എന്നുള്ളതും എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഓക്കെ. അടുത്തതാണ് രാംഗംഗ നദി. രാംഗംഗ നദി ഉത്ഭവിക്കുന്നത് ഗാഡ്വാൾ കുന്നുകളിലെ ഗർസൈൻ അടുത്ത് നിന്നാണ് രാംഗംഗ നദി ഉത്ഭവിക്കുന്നത്. ഓക്കെ. അപ്പോൾ രാംഗംഗ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഗഡ്വാൾ കുന്നുകളിലെ ഗർസൈൻ അടുത്താണ് ഇത് ഉത്ഭവിക്കുന്നത്. ആകെ നീളം 596 കിലോമീറ്റർ ആണ് രാംഗംഗ നദിയുടെ നീളം എന്ന് പറയുന്നത്. 596 കിലോമീറ്റർ. പോഷക നദികൾ അതേപോലെ പോഷക നദികളാണ് കോഹ്, ആരിൽ, ഗഗൻ, ഗാര എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ രാംഗംഗ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഹ്, ആരിൽ, ഗഗൻ, ഗാര എന്നിവയാണ്. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ തവണ PSC ചോദിച്ചേക്കുന്നതും. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് ഏതെന്ന് പറയുന്നത്? രാംഗംഗ നദി. ശിവാലിക് മലനിരകളെ മുറിച്ചു കടന്നതിനു ശേഷം രാംഗംഗ നദി തെക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകുന്നു. രാംഗംഗ നദി സമതലത്തിൽ പ്രവേശിക്കുന്നത് ഉത്തർപ്രദേശിലെ നജിബാബത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. രാംഗംഗ നദി ഗംഗയുമായി കൂടിച്ചേരുന്ന പ്രദേശമാണ് കനൌജ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ രാംഗംഗ നദി സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത് ഉത്തർപ്രദേശിലെ നജിബാബത്ത് എന്ന് പറയുന്ന സ്ഥലമാണ്. അതേപോലെ തന്നെ രാംഗംഗ നദി ഗംഗയുമായി കൂടിച്ചേരുന്ന പ്രദേശമാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത്? കനൌജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ളത് ഈ ഒരു ചോദ്യമാണ്. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് രാംഗംഗ നദി. അതേപോലെ തന്നെ എന്താണ് രാംഗംഗ നദി ഗംഗയുമായി കൂടിച്ചേരുന്ന പ്രദേശം ഏതാന്ന് ചോദിച്ചാൽ അത് കനൌജ് ആണ്. രാംഗംഗ നദിയുടെ ആകെ നീളം ചോദിച്ചു കഴിഞ്ഞാൽ 596 കിലോമീറ്റർ. രാംഗംഗ നദി സമതലത്തിൽ പ്രവേശിക്കുന്നത് ഉത്തർപ്രദേശിലെ നജീബാബത്ത് വച്ചാണെന്നുള്ളതും ഓർത്തു വയ്ക്കാം. അടുത്താണ് ദാമോദർ നദി. ദാമോദർ നദി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഓർമ്മയിലേക്ക് വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്?
ബംഗ്ലാദേശിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അതാണ് ദാമോദർ നദി. ഖമർപാട് കുന്നുകൾ, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി, പലമാവു ജില്ല, ജാർഖണ്ഡ്. ഉത്ഭവം ചോട്ടാ നാഗ്പൂർ ഭൂമിയിലെ കിഴക്കൻ അതിർത്തിയിലെ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകി ഹൂഗ്ലി നദിയിൽ ചെന്ന് ചേരുന്ന നദിയാണ് ദാമോദർ നദി എന്ന് പറയുന്നത്. അപ്പോൾ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ കിഴക്കൻ അതിർത്തിയിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകി ഹൂഗ്ലി നദിയിൽ ചേരുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത് ദാമോദർ. ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് ദാമോദർ. റിവർ ഓഫ് സോറോ എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ. റിവർ ഓഫ് സോറോ. മലിനീകരണത്തിന്റെ വീക്ഷണകോണിൽ നിലവിൽ വേദനയുടെ നദിയായി മാറിയ നദി. ഓക്കെ, അപ്പോൾ മലിനീകരണത്തിന്റെ വീക്ഷണകോണിൽ നിലവിൽ വേദനയുടെ നദിയായി മാറിയ നദിയാണ് ഏതെന്ന് പറയുന്നത് ദാമോദർ നദി. അതേപോലെ തന്നെ ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാന്നുള്ളത്. ഏതാണ്? ദാമോദറാണ് ബംഗാളിന്റെ ദുഃഖം. ദാമോദർ നദിയിലെ നീരൊഴുക്കിനെ ദാമോദർ വാലി കോർപ്പറേഷൻ എന്ന വിവിധോദ്ദേശ പദ്ധതിയിലൂടെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ സാധിച്ചു. ദാമോദർ നദിയുടെ പ്രധാന പോഷക നദിയാണ് ബരാക് നദി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദാമോദർ നദിയുടെ പ്രധാന പോഷക നദി ഏതാ? ബരാക് നദി. ബരാക് നദിയുടെ ഉത്ഭവമാണ് കുഡർമ പീഠഭൂമി. ഓക്കെ, അപ്പോൾ ബരാക് നദിയുടെ ഉത്ഭവമാണ് കുഡർമ പീഠഭൂമി. ദാമോദർ നദിയുടെ മറ്റു പോഷക നദികളാണ് കൊണാർ, അതേപോലെ തന്നെ ബൊക്കാറോ. ഓക്കെ, അപ്പോൾ ദാമോദർ നദിയുടെ മറ്റു പോഷക നദികളാണ് കൊണാർ, ബൊക്കാറോ, ജാംനിയ, ഭേര എന്ന് പറയുന്നത്. അപ്പോൾ ദാമോദർ നദിയുടെ മറ്റ് പോഷക നദികളാണ് കോണാർ, ബൊക്കാറോ, ജാംനിയ, ഭേര. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ദാമോദറിലാണ്. ദാമോദർ നദിയിലെ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ അണക്കെട്ടാണ് തില്ലയ്യ. നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1953 ദാമോദർ നദിയിലെ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ അണക്കെട്ട് നിലവിൽ വരുന്നത്. അത് തില്ലയ്യാണ് 1953. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗംഗാ നദിയുടെ പോഷക നദികളെ കുറിച്ചും പഠിക്കാനുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് കഴിഞ്ഞ് ശേഷം ഇതിൻ്റെ PDF നോട്ട് നമ്മുടെ ടെലഗ്രാമിലുണ്ട്. അത് ഫുള്ളായിട്ട് 1-2 തവണ ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ വ്യക്തമായി തന്നെ ഇത് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഈ പറയുന്ന കഴിഞ്ഞ ദിവസത്തെയും അതിക്ക് മുന്നേ ഉള്ള ദിവസത്തെ എല്ലാത്തിൻ്റെയും കൂടെ നോട്ടാണ് ഈ ഒരൊറ്റ PDF വരുന്നത്. അപ്പോൾ ഇനി കുറേ പേര് ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസത്തെ നോട്ട് ഇട്ടില്ല എന്നുള്ളത്. അപ്പോൾ മറ്റൊന്നും കൊണ്ടല്ല, ഇത് ഒരുമിച്ച് നിങ്ങൾക്ക് നോട്ടായിട്ട് തന്നാലാണ് നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മൊത്തമായിട്ടുള്ള നോട്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു PDF വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഹിമാലയൻ നദികളിലെ ഈ പറയുന്ന ഗംഗയായി ബന്ധപ്പെട്ട്, ഗംഗയുടെ പോഷക നദിയായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും സെറ്റാണ്. അപ്പോൾ 1-2 തവണ എന്ത് ചെയ്യുക, വായിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ മക്കളെ മറ്റൊരു കാര്യം കൂടി, അതായത് നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയെ എടുത്തു നോക്കി കഴിയുമ്പോൾ ഇവിടെ വരുന്ന ഹിമാലയൻ നദികൾ, ഉപദ്വീപീയൻ നദികൾ, ഇതൊക്കെ എവിടെയാണ്, ഏതൊക്കെ പ്ലേസിലാണ് ഇത് വരുന്നത്, എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഈ മാപ്പ് തന്നെ നോക്കി മനസ്സിലാക്കി മനസ്സിലൊന്ന് പതിപ്പിക്കുക. എങ്കിൽ മാത്രമാണ് നമ്മൾ എക്സാമിൻ്റെ സമയത്ത് ഇവിടെ നിന്ന് കിഴക്കോട്ടേക്ക് ഒഴുകുന്ന ഏതൊക്കെയാണ്, പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്നത് ഏതൊക്കെയാണ്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഇവ കടന്നു പോകുന്നത്, ഏതൊക്കെ രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ടും, അതേപോലെ തന്നെ ഇവ പതിക്കുന്നത് ആകെ ഒരേ ഒരു നദി മാത്രമാണ് ഇതിൻ്റെ ഏറ്റവും ബിഗ് എന്ന് പറയുന്ന കോഡ്. നമ്മൾ പറഞ്ഞു ഹിമാലയൻ നദികളിൽ ബ്രഹ്മപുത്ര, അതേപോലെ തന്നെ ഇൻഡസ്, ഗംഗ. അതിൻ്റെ അകത്ത് എന്താണ് ഈ പറയുന്ന ഇൻഡസ് ആണ് എന്ത് ചെയ്യുന്നത്, പടിഞ്ഞാറോട്ടേക്ക് ഒഴുകി അറേബ്യൻ സീ, അറബിക്കടലിൽ പതിക്കുന്നത്. അതേപോലെ തന്നെ ബാക്കി രണ്ടും ബ്രഹ്മപുത്രയാണെങ്കിലും അതേപോലെ തന്നെ എന്താണ് ഗംഗയാണെങ്കിലും ബേ ഓഫ് ബംഗാളിലാണ് വന്നു ചേരുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ഇതൊക്കെ പോകുന്ന ഏതൊക്കെ രാജ്യങ്ങളാണെന്നുള്ളതും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വയ്ക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താഴെ പറയുന്നവയിൽ ഗംഗാ നദി ഏതൊക്കെ രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ബ്രഹ്മപുത്ര ഏതൊക്കെ രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഇൻഡസ് ഏതൊക്കെ രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ ഉറപ്പായിട്ടും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള ലെവലിൽ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ജോലിയിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, പഠനം എന്ന് പറയുന്നത്, അതായത് കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠനം എന്ന് പറയുന്നത് എന്നാണോ നമ്മൾ ഓപ്ഷൻ ഇല്ലാതെ തന്നെ ഉത്തരത്തിൽ നിന്നും നമുക്ക്
ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റുന്നത്. അത് തന്നെയാണ് ഏറ്റവും നല്ല എന്താണ് പഠനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ലെവൽ ഓഫ് സ്റ്റഡി ഏറ്റവും ഹൈ ലെവലിലേക്ക് എത്തുക എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. അതായത് ഒരു ഓപ്ഷൻ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നമ്മുടെ ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ആ ഒരു സ്ഥിതി. അങ്ങനെ എല്ലാവർക്കും പറ്റട്ടെ. കാരണം അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഏതൊരു എക്സാം എഴുതി കഴിയുമ്പോഴും അതിൻ്റെ എല്ലാം ആദ്യത്തെ തന്നെ റാങ്കുകളിലേക്ക് വരാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ടേക്കുള്ള പ്രചോദനവും അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസും ഇതൊക്കെയാണ് നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഷെയറും ലൈക്കും അതേപോലെ തന്നെ ഇതൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ക്ലാസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ PDF നോട്ട് കറക്റ്റായിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്, അതേപോലെ തന്നെ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ പോൾ ഉണ്ട്. അങ്ങനെ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് 100% ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചും നിങ്ങൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, ആത്മാർത്ഥതയോടുകൂടി പഠിക്കാനും അതേപോലെ തന്നെ റിവിഷൻ ചെയ്യാനും ശ്രമിക്കുക. തീർച്ചയായിട്ടും നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.